നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദീനബന്ധു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അയ്യപ്പ ഭക്തർക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധന ക്യാമ്പാണ് നടത്തിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചെർപ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി CK വിനോദിന് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് ചെർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത്. തായംകുളങ്ങര ക്ഷേത്രം ഊരാളനും മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ചിറ്റൂർ മനക്കൽ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം നടത്തി. തായംകുളങ്ങര ക്ഷേത്രത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ദീനബന്ധു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അയ്യപ്പ ഭക്തർക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധന ക്യാമ്പാണ് നടത്തിയത്. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ദീനബന്ധു എന്ന പരിപാടി നമ്മുടെ അയ്യപ്പ ഭക്തന്മാർക്കും അതുപോലെ തന്നെ വയസ്സായവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായി ഇവിടെ നടത്തി വരാറുള്ളതാണ്. ഇതിലേക്ക് എന്തായാലും ഇവിടെ ഇനി വരുന്നവർക്കും വന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ശാഖാ പ്രസിഡന്റ് ജയകൃഷ്ണൻ ടി മേപ്പിള്ളി അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ നിത്യ ജയരാജൻ, AR രാജു, ശാഖാ സെക്രട്ടറി രാജേഷ് അവിലിശ്ശേരി, ശാന്തകുമാരി ടീച്ചർ, ബീന ലക്ഷ്മണകുമാർ, അർജുൻ രവി, വിഷ്ണു രവി, വിപിന ചന്ദ്രൻ, മാധവൻ ചെറുശ്ശേരി, ദിലീപ് എടുത്തേടത്ത് എന്നിവർ സംസാരിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചെർപ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി CK വിനോദിന് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് ചെർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത്. യൂത്ത് കോൺഗ്രസ് ചെർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത് അധ്യക്ഷനായി. മജീദ് മുത്തുള്ളിയാൽ, സുജിത് കുമാർ, PH ഉമ്മർ, മണികണ്ഠൻ, ദിവ്യ സന്തോഷ്, ഫൈസൽ, സുഹൈൽ, ജോസ് ചക്കേരി എന്നിവർ സംസാരിച്ചു. തായംകുളങ്ങര ക്ഷേത്രം ഊരാളനും മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ചിറ്റൂർ മനക്കൽ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം നടത്തി. തായംകുളങ്ങര ക്ഷേത്രത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ചിറ്റൂർ മനക്കൽ ശ്രീകുമാരൻ നമ്പൂതിരിപ്പാട്, ചിറ്റൂർ മനക്കൽ ഹരി നമ്പൂതിരിപ്പാട്, ചിറ്റൂർ മനക്കൽ CN രാജൻ നമ്പൂതിരിപ്പാട്, കീഴിലം മനക്കൽ മോഹനൻ നമ്പൂതിരി, പെരുവനം സതീശൻ മാരാർ, തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, അഞ്ചേരി മണി, വിവിധ കാവടി സംഘം ഭാരവാഹികൾ, ക്ഷേത്രം ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നെ ഇവിടെയുള്ള ഈ ചിത്രകത്ത് വന്നിട്ടുള്ള ഓരോ പ്രതിഷ്ഠകളും ദേവന്മാർ കിടിയൂർത്തലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മേലിനൊപ്പത്തിലാണ്. അത് ഞങ്ങൾക്ക് എത്ര താങ്ക്സ്, അങ്ങനെ പറയാൻ പറ്റില്ല, എത്ര നന്ദി പറഞ്ഞാലും അവസാനിക്കില്ല. ഞങ്ങളുടെ നാഗ രാജാവും നാഗലക്ഷ്മിയും എന്ന് പറഞ്ഞ് പലതും അവിടെ ഒക്കെ ഇവിടെ കൊടുന്നു വെച്ച് അദ്ദേഹത്തിൻ്റെ നെടുനായകത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. നെടുനായകത്തിലാണ് ഇതൊക്കെ ചെയ്തത്. ഈ പ്രതിഷ്ഠകളും ഇതൊക്കെ ചെയ്തു. അതിന് എത്ര നന്ദി പറഞ്ഞാലും വരും. ചേർപ്പിൻ്റെ വികസനം അതിൻ്റെ എല്ലാ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും പറഞ്ഞാൽ മുഴുവൻ ദഹിക്കില്ല. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചിറ്റൂർ മനയ്ക്കെന്നാണ് നമുക്കറിയാം. മനയ്ക്കിലെ സ്ഥലങ്ങളല്ലേ വിട്ടുകൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, സ്കൂളായാലും ആസ്പത്രി ആയാലും എല്ലാ കാര്യങ്ങൾക്കും. അപ്പം അന്ന് മുതൽ എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ള പോലെ അല്ല, ഞാൻ അറിഞ്ഞു ഉള്ള സംഭവങ്ങളൊക്കെ ചിറ്റൂർ മനയ്ക്കലെ ആൾക്കാർ തമ്പുരാക്കന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ബഹുമാനം പണ്ടേ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. മാത്രമല്ല തിരുവുള്ളക്കാവിൻ്റെ ഞാനിപ്പോൾ 19ാമത്തെ വർഷമാണ് തിരുവുള്ളക്കാവിൽ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ ആ തിരുവുള്ളക്കാവിൻ്റെ
ഗ്രാമക്ഷേത്രമായ തിരുവള്ളക്കാവിൻ്റെ ചുമതല പൂർണ്ണമായും അവിടേക്കായിരുന്നു. അഖില ലോക YMCAയുടെ പ്രാർത്ഥനാ വാരാചരണത്തിന്റെ 150-ാം വാർഷിക യൂണിറ്റ് തല സമാപന യോഗം നടന്നു. ചൊവ്വൂർ YMCAയിലായിരുന്നു പരിപാടി. ലോകമെമ്പാടുമുള്ള YMCA യൂണിറ്റുകളുടെ പ്രാർത്ഥനാ വാരാചരണത്തിന്റെ ശതോത്തര ജൂബിലി വർഷമാണിത്. എൽത്തുരുത്ത് സെയിന്റ് അലോഷ്യസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അരുൺ ജോസ് കളപറമ്പിൽ സന്ദേശം നൽകി. 1844 ജോർജ് വില്യംസ് എന്ന് പറയുന്ന നല്ലൊരു താടിക്കാരൻ, എൻ്റെ അത്ര മുടിയില്ലെങ്കിൽ താടിയുള്ള ചേട്ടനാണ് സംഭവം തുടങ്ങിയത്. ഇത് തുടങ്ങുമ്പോൾ ഞാനിത് തമാശയിൽ ആദ്യം പറഞ്ഞുവെങ്കിലും ഞാൻ കുറച്ച് നേരം മുമ്പ് ഇവിടെ വന്നിട്ട് ഞാൻ റോട്ടിലോട്ട് നോക്കി കിടന്നു. ഇത് വെറുതെ ഒന്നും കൂടെ ഗൂഗിൾ എടുത്ത് നോക്കി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയാം. ഇത് ഒരുപക്ഷെ ഞാൻ ഈ അക്കാഡമിക് ഫീൽഡിലായതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സാധനം എൻ്റെ ഒരു തോട്ട് ലൈൻ പോകുന്ന ഒരു പ്രോസസ്സ് ഇങ്ങനെയായിരിക്കും. ഒരു സാധനം കിട്ടി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നിട്ട് ഔട്ട്കം എന്താ PO എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകും. അപ്പോൾ ഞാനതിൻ്റെ ഒബ്ജക്റ്റീവ് ഒത്തിക്കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയതെന്നാണ് ഞാൻ പറഞ്ഞത് 1844 ഗൂഗിൾ ആൻറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ശരി. ഇതിൻ്റെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം വളരെ മനോഹരമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ വിപ്ലവത്തോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത്. ഞാനിന്ന് നിൽക്കുന്ന സ്ഥലത്തിന് ഒരു നിക്നെയിമുണ്ട്, നിങ്ങൾക്കും അറിയാം. ഇത് തൃശ്ശൂർ ജില്ലയുടെ ഫർണിച്ചർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതിന് വ്യവസായ വിപ്ലവം ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് ഹൗസ് ഹോൾഡ് വീടുകളിലേക്കും കൂടെ എത്തിപ്പെടുന്ന രീതിയിലുള്ള വ്യവസായ വിപ്ലവം നടന്ന ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഇതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോഴും ഇന്നത്തെ ദിവസവും നടക്കുന്ന സ്ഥലവും എല്ലാം കൂടെ വളരെയധികം കണക്റ്റഡ് ആണ്. പ്രാർത്ഥനാ വാരാചരണത്തിന്റെ 150-ാം വർഷത്തിൽ മുൻഗാമികൾ കാണിച്ചു തന്ന ഉദാത്തമായ മൂല്യങ്ങളിലും മാർഗങ്ങളിലും വ്യതിചലിക്കാതെ വരും തലമുറയ്ക്ക് മാതൃകയാകേണ്ടത് YMCA അംഗത്തിന്റെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥനയുടെ ആത്മീയാനുഭൂതി സ്വയം കണ്ടെത്തി വിജയിക്കുന്നവർക്ക് മാത്രമേ ദൈവോന്മുഖമായ ജീവിതം നയിക്കാൻ സാധിക്കുകയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചുംവൂർ ഹൈ ഗായകർ അവതരിപ്പിച്ച ഗാനശുശ്രൂഷ സമാപന ചടങ്ങിൽ ആത്മീയ നിറവ് നൽകി. സിനി ജോയ്, ലീന ലാസർ എന്നിവർ പ്രാർത്ഥനാ ശുശ്രൂഷ നയിച്ചു. പ്രസിഡന്റ് ജോബി, സെക്രട്ടറി ജോസഫ് പുളിക്കൻ, ട്രഷറർ MO പോൾസൺ, വുമൻസ് ഫോറം ചെയർപേഴ്സൺ ലീന ജോസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പിന്റെ അംഗീകാര തിളക്കത്തിൽ ഫാത്തിമ ഷഹസീന. കെമിസ്ട്രിയോടുള്ള താൽപര്യമാണ് ഫാത്തിമ ഷഹസീനയ്ക്ക് ഇത്രയും വലിയ അംഗീകാരം നേടിക്കൊടുത്തത്. കരുവന്നൂർ എട്ടുമന സ്വദേശി പൊന്നിലത്ത് വീട്ടിൽ സിദ്ദിഖ് ഷബീന ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകളാണ് ഫാത്തിമ ഷഹസീന. കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മികവ് പ്രകടിപ്പിച്ചയാൾ. വിദ്യാഭ്യാസം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠനം തെരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾ നൽകിയ സ്വാതന്ത്ര്യം ഈ പെൺകുട്ടിക്ക് കരുത്തായി. കൂടുതൽ അവസരങ്ങൾക്കായി പരിശ്രമിക്കുക എന്ന ചിന്ത മുറുകെ പിടിച്ച ഫാത്തിമ ഷഹസീന BTech കെമിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. ഗവേഷണ വഴിയിലേക്ക് കടക്കാനുള്ള ത്വരയിൽ തന്റെ അധ്യാപകനൊപ്പം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചത് 9 മാസമാണ്. മാസ്റ്റർ ബിരുദത്തിലെ മാർക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവുമാണ് മേരി ക്യൂറി ഫെലോഷിപ്പിലേക്ക് പ്രധാനമായും പരിഗണിച്ചത്. 3 വർഷം നീണ്ടുനിൽക്കുന്ന ഗവേഷണത്തിനുള്ളതാണ് സ്കോളർഷിപ്പ്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രണം ലക്ഷ്യമിടുന്ന ഫാർമസ്യൂട്ടിക്കൽ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ്, ക്രിസ്റ്റലൈസേഷൻസ് ടെക്നോളജി എന്നീ വിഷയങ്ങളിലായിരുന്നു ഗവേഷണം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് കെമിസ്ട്രിയും കെമിക്കൽ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്ന്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാബ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കെമിസ്ട്രി ആയിട്ട് വരുന്നത്. അതുതന്നെ വലിയ സ്കെയിലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫിസിക്സാണ്, കെമിസ്ട്രി ആയിട്ട് വളരെ ലെസ് റിലേറ്റഡ് ഫീൽഡാണെന്ന് തന്നെ പറയാം കെമിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഞാൻ BTech പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ മെറ്റീരിയൽ സയൻസിൽ റിസർച്ച് ചെയ്തിരുന്നു. ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഓരോ മെറ്റീരിയലിൻ്റെയും പുതിയ പുതിയ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഒട്ടും മടുപ്പ് തോന്നില്ല നമുക്ക്. പിന്നെ ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത് വളരെ ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ പ്രൊഫസർ എന്നെ PhDക്ക് വിളിച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് പറ്റിയൊരു ടോപ്പിക്കായിരുന്നില്ല അത്. അതിന് ശേഷം പിന്നീട് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓപ്പണായി. എൻ്റെ പ്രൊഫസർ ലിറ്ററലി ഒരു 10 years എടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് ആൾക്ക് സാങ്ഷനായി കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഈ പ്രോജക്റ്റ് കാണുകയും എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആവുകയും എൻ്റെ അതേ ടോപ്പിക്കിൽ തന്നെ ഒരു ടോപ്പിക് ഞാൻ ചൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ അവിടെ ഇൻ്റർവ്യൂ കൊടുത്തു. എൻ്റെ പ്രൊഫസർ ഓൾറെഡി ആൾക്കറിയുന്ന പ്രൊഫസറായിരുന്നു. അങ്ങനെ
എല്ലാം ലക്ലി എല്ലാം ഒരുമിച്ച് വന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്രാൻഡിലെത്തിയത്. ഔഷധ നിർമ്മാണ രംഗത്ത് ശുദ്ധീകരണം എന്നത് ചിലവേറിയ പ്രവൃത്തിയാണ്. ശുദ്ധമായ ഘടകം വേർതിരിച്ചെടുക്കാനുള്ള ക്രമറ്റോഗ്രാഫിക്ക് പകരം ക്രിസ്റ്റലൈസേഷൻ എന്ന രീതി ഉപയോഗിക്കാം. ഇതിലൂടെ ചെലവ് കുറച്ച മരുന്നുകളുടെ വില നിയന്ത്രിക്കുകയും ലക്ഷ്യമിട്ടാണ് ഈ മേഖല തെരഞ്ഞെടുത്തത്. മാസ്റ്റേഴ്സ് ക്രിസ്റ്റലൈസേഷൻ ടെക്നോളജി തന്നെയായിരുന്നു പ്രധാന വിഷയം. മാസ്റ്റർ തീസീസാണ് ഫെലോഷിപ്പ് പരിഗണിക്കാൻ പ്രധാന കാരണമായത്. ഇംഗ്ലണ്ടിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS ബിരുദത്തിന് പിന്നാലെയാണ് ഫെലോഷിപ്പ് സ്വന്തമാക്കിയത്. പോർച്ചുഗലിലെ മിൻഹോ യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണ പഠനത്തിന് ഫാത്തിമയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. പ്രവാസിയായ പിതാവ് സിദ്ദീഖും മാതാവ് ഷബീനയും തനിക്ക് താങ്ങായി നിന്നതിന്റെ വിജയമാണിതെന്നാണ് ഫാത്തിമ ഷസീന പറയുന്നത്. കുട്ടിക്കാലം മുതൽക്കേ മകൾക്ക് പഠനത്തിൽ വലിയ ഉയർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പക്ഷം. മകൾക്ക് ഈ ഫെലോഷിപ്പ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അവൾ ചെറുപ്പം മുതലേ തന്നെ സ്കൂളിൽ പഠിക്കുന്ന തലം മുതൽ നല്ല വിദ്യാഭ്യാസ അവൾ കാഴ്ചവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകാൻ ഞങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അവൾ ഇനിയും ഉന്നത വിജയങ്ങളിലെത്താൻ ആണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി കൂടെ നിന്ന് സഹായിക്കും. ഇപ്പോൾ അവൾ ചെറുപ്പത്തിൽ തന്നെ അവൾക്കൊരു 6ാം ക്ലാസ് ആയപ്പോൾ കമ്പ്യൂട്ടറും പിന്നെ നെറ്റൊക്കെ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു. അന്നേ മുതൽ മൂപ്പര് അതിൽ നോക്കി ഞാനിനി അടുത്ത് എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓക്കെ അവളിത് പറയുമ്പോൾ നമ്മൾ ശരി നീ അത് ചെയ്യ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ അവൾ പറയും അല്ല ഉമ്മച്ചി ഇതല്ല നമുക്ക് ഇനി മറ്റേതാണ്. ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ പപ്പയാണെങ്കിൽ പപ്പയുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ്. പപ്പയുടെ ഫ്രണ്ട്സിനോട് ആരോട് പപ്പ ചോദിക്കും എന്താ ചെയ്യേണ്ടത് അന്നേ മുതൽ. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഈ 6ാം ക്ലാസ് മുതലൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എനിക്കിപ്പോൾ മനസ്സിലായി എന്തിനാ. അപ്പം അവൾക്ക് അതിന് വേണ്ട ആൾക്കാരെയൊക്കെ നമ്പർ കൊടുക്കും, അവരായിട്ട് സംസാരിക്കും. അപ്പോൾ അവരും അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പിന്നെ അവൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കതിൽ ഭയങ്കര പ്രൗഡുണ്ട് എൻ്റെ മോള് ഇങ്ങനെ ഇതിലെത്തിയതിൽ. കാരണം അവൾ പിന്നെ ഉറക്കുളച്ച് പഠിക്കും. അതുപോലെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ അത് മാത്രമായിരിക്കും മൂപ്പരുടെ ശ്രദ്ധ മുഴുവൻ അതിൽ മാത്രമായിരിക്കും. വേറെ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. അല്ല ഉണ്ട്, പക്ഷെ എൻ്റെ മോള് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാതാവ് ഷബീന വീട്ടിൽ തന്നെ ഷബീനാസ് കിച്ചൺ എന്ന പേരിൽ ചെറിയ തോതിൽ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ്. ബഹ്സാദ് റുഷായിദാണ് സഹോദരൻ. ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബഹ്സാദ്. മാതാവിന്റെ അമ്മ ലൈല കുഞ്ഞു മുഹമ്മദും ഇവർക്കെല്ലാം കൂട്ടായുണ്ട്. ഗവേഷണത്തോടൊപ്പം എത്തിപ്പിടിക്കാവുന്ന സ്വപ്നങ്ങളിൽ പ്രതീക്ഷയുടെ നിറങ്ങൾ ചാർത്തിയാണ് ഫാത്തിമ ഷഹ്സാനയുടെ പഠന സഞ്ചാരം. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട്. ഇപ്പോൾ ഭരണത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഇലക്ഷന് മാത്രം പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം മാറ്റി എന്നും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നാട്ടുകാരെല്ലാവരും ഒന്നാണ്. നാട്ടുകാർ സഹകരിച്ചാലേ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും മത്സരിക്കും. 21 വാർഡിലും മത്സരം കഴിഞ്ഞവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയും, പക്ഷേ ഒന്നും നടപ്പിലായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. ചേർപ്പ് മഹാത്മാ മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട് ഈ മൈതാനത്തിന്. തൈങ്കളങ്ങരയ്ക്ക് സംബന്ധിച്ച് ഈ മൈതാനം ഇതിൻ്റെ ഒരു നവീകരണമെല്ലാം പലപ്പോഴായിട്ട് ഉയർത്തി കാണിക്കുന്ന ചർച്ചകളിൽ വന്നത് എന്നത് മാത്രം. അതിനപ്പുറം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ തന്നെ കിടന്നു എന്നതാണ് പറയാനുള്ളത്. എന്തായാലും ഞങ്ങൾ നീട്ടുന്നില്ല, ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് ജോർജേട്ടൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ജോർജേട്ടൻ ഇവിടെ പടിഞ്ഞാട്ടുമുറിയിലാണ് താമസിക്കുന്നത്. ജോർജേട്ടാ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്ക് മാത്രം നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഭരണത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കർഷകർക്ക് വിത്ത് സബ്സിഡി തരുന്നു. അത് ഞാനൊരു കർഷകനാണ്, ഞാനൊരു എക്സ് മിലിറ്ററിക്കാരനുമാണ്, കർഷകനും കൂടിയാണ്.
വിത്തൊക്കെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പക്ഷേ കോട്ടം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കാണുന്ന പഞ്ചായത്തിൻ്റെ ഈ കമ്മ്യൂണിറ്റി ഹാള് അത് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും അങ്ങനെ കിടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്ലസും മൈസും പ്ലസ് ഈ മൈതാനം ഇവിടെ പറഞ്ഞ 1 കോടി രൂപയിൽ ചിലവാക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോസ്റ്ററൊക്കെ കണ്ടു. പക്ഷെ ഒന്നും അനക്കൊന്നും കാണാനില്ല. ഭയങ്കര വൃത്തികേടിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഒരു പാർട്ടീനെ അനുകൂലിച്ചോ പ്രതിയായിട്ട് പറഞ്ഞല്ല, പൊതുവെ എൻ്റെ ഒരു വികാരം തീർച്ചയായിട്ടും പറഞ്ഞതാണ്. അപ്പോൾ ഇനി പുതിയ ഭരണസമിതികൾ ഈ കോട്ടങ്ങളൊക്കെ നീക്കി നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷ. ജോജേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? അടുത്ത ഭരണസമിതിയെങ്കിലും വരുമ്പോൾ ഈ ചേർപ്പ് ഈ ഹൃദയഭാഗത്തുള്ള മൈതാനം വളരെ വൃത്തിയും കുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാവർക്കും വന്നിരുന്ന് ഒരു പാർക്ക് പോലെ ആക്കി തീർക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. ഒന്നുകൂടി മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാം കൊണ്ടും കുറേ വ്യത്യാസങ്ങൾ വരുത്താണ്ട്. എങ്ങനെയാണ് ചെറുപ്പിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്, വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. ആദ്യത്തെക്കാളും കഴിഞ്ഞ ഒരു ഭരണസമിതി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ചേട്ടന് എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ അല്ല, മാറി വരുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ പലതും മാറ്റങ്ങളുണ്ട്. മോശമായിരുന്നു അപ്പോൾ? മോശമായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് അഭിപ്രായം. പത്മനാഭൻ സാറ്, നമുക്കറിയാം അങ്ങ് ഒരുപാട് ഇലക്ഷനെല്ലാം നിന്ന അങ്ങയുടെ പിതാവ് തന്നെ പുറത്തുശ്ശേരിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിച്ചൊരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? ഈ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ 35 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അച്ഛൻ വീട്ടിലുണ്ടാവില്ല, അച്ഛൻ ജനങ്ങളുടെ ഇടയിലായിരിക്കും. അച്ഛൻ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ എതിര് പോലും നിൽക്കില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് 98-ൽ അച്ഛൻ നിർത്തി, പിന്നെ മാറി ഞങ്ങളും ഇങ്ങോട്ട് പൂരത്തിക്ക് താമസം മാറ്റി. ഇപ്പോൾ പലപ്പോഴും ഒരു ആവശ്യം എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമേ ഈ വാർഡ് മെമ്പർമാരെ ഇവരെയൊക്കെ നമ്മൾ കാണുകയുള്ളൂ. ഇതിന് ശേഷം നമ്മളൊരു പരാതിയായിട്ട് ചെന്നാലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ചോദിച്ച് അതിന് പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നവരാണ് അവർ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ മുന്നോട്ട് വരണം. ജനങ്ങളുടെ അതായത് ഇലക്ഷന് മാത്രം പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം മാറ്റി എന്നും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നാട്ടുകാരെല്ലാവരും ഒന്നാണ്. ഇപ്പം നാട്ടുകാർ സഹകരിച്ചാലേ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫണ്ട് വരുവാണെങ്കിലും നാട്ടുകാർ തന്നെ വേണം. അപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇലക്ഷൻ സമയം ഒഴിച്ച് അല്ലാതെ തന്നെ ബാക്കി അവരുടെ പ്രശ്നങ്ങൾ ഒരു വീട് വിടാൻ കയറി. നമ്മുടെ വാർഡ് മെമ്പറിനൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കണ്ടാണ്, പിന്നെ കണ്ടിട്ടില്ല. ചേർപ്പിൻ്റെ പരാതികളുടെ പ്രളയമുണ്ടെങ്കിൽ ഈ പ്രളയമാണ് ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അകത്ത് പരിപാടി നടക്കുകയാണെങ്കിൽ ഒരു ബോട്ട് സർവീസ് വേണ്ടി വരും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചേർപ്പ് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നവീകരണങ്ങൾ. ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ആരുടെയും പക്ഷം പിടിക്കാനല്ല, ആരെയും താഴ്ത്തിക്കെട്ടുവാനോ ആരെയും ഉയർത്തിക്കെട്ടുവാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളല്ല പറയുന്നത് അവരാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്. നാളെ കാണാം മറ്റൊരു പഞ്ചായത്തിലെ വികസനവും വികസന നേട്ടങ്ങളും കോട്ടങ്ങളെക്കുറിച്ചുള്ള തുടർ ചർച്ചകളിലേക്ക്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അവണിശ്ശേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി. 7-ാം വാർഡ് സ്ഥാനാർത്ഥി സൂര്യ ശോഭി, ബ്ലോക്ക് സ്ഥാനാർത്ഥി ഗീത സുകുമാരൻ എന്നിവരുടെ വിജയത്തിനായുള്ള പ്രചാരണമാണ് നടന്നത്. 7-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത്. ഗൃഹസമ്പർക്ക പരിപാടിയോടെയാണ് പ്രചാരണം തുടങ്ങിയത്. 100 കണക്കിന് പ്രവർത്തകരാണ് ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തത്. രാവിലെ 8:30 ആരംഭിച്ച ഗൃഹസമ്പർക്ക പരിപാടി വൈകിട്ട് 5 മണിക്ക് 7-ാം വാർഡിലെ മുഴുവൻ വീടുകളിലും എത്തി. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി. SSA തൃശൂർ ഫിലിം പ്രൊഡക്ഷന്റെ ബാനറിൽ നിർമ്മിക്കുന്ന നടപ്പാത സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും
ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനവും നടന്നു. ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരിയാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. പെരിഞ്ചേരി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. ബഷീറിന്റെയും സൈനബയുടെയും കഥ പറയുന്ന നടപ്പാത സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നടി സി രമാദേവി നിർവഹിച്ചു. പെരിഞ്ചേരി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റെനി മരിയ അധ്യക്ഷയായി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ വിജയികളായ സ്കൂളിനു വേണ്ടി വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. പ്രൊജക്ട് ഡിസൈനർ അനുപമ മേനോൻ, ഷീല ഗിരീഷ്, അജിത് അമ്പാടി, രാജൻ കാൽവരി, ശ്രീജിത്ത് പുളിങ്കുഴി, ബിൻസിർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക 5-ാം വാർഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിക്കണ്ണൻ അധ്യക്ഷനായി. സീമ രാജൻ, മുതിർന്ന നേതാക്കളായ M സ്വർണലത, ENR കൃഷ്ണൻ, LDF കൺവീനർ വിജയരാഘവൻ തട്ടുപറമ്പിൽ, NAP സുരേഷ് കുമാർ, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CS മണി, CPIM ലോക്കൽ കമ്മിറ്റി അംഗം സുധീർ രാജി രഞ്ജൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദീനബന്ധു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അയ്യപ്പ ഭക്തർക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധന ക്യാമ്പാണ് നടത്തിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി CK വിനോദിന് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത്. തായംകുളങ്ങര ക്ഷേത്രം ഊരാളനും മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ചിറ്റൂർ മനക്കൽ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം നടത്തി. തായംകുളങ്ങര ക്ഷേത്രത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.